പാലക്കാട് കൊപ്പത്ത് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ക്രൂരമർദ്ദനം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ജീവനക്കാരെ മർദ്ദിച്ചത്. ജീവനക്കാരനോട് മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്തതിനാണ് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു പാലക്കാട് നിന്ന്. അജിത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണ്? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മിപത്മ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര ക്രൂരമായ അക്രമമാണ് നടന്നിട്ടുള്ളത്. ഈ കൊപ്പം വളാഞ്ചേരി റോഡിലെ ക്വാളിറ്റി പെട്രോൾ പമ്പിലാണ് സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളോട് 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ജീവനക്കാരോട് മോശമായ രീതിയിൽ പെരുമാറി. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ അവരെ മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. പെട്രോൾ അടിക്കുന്ന ഈ അത്തരത്തിലുള്ള വൈറൽ ഉൾപ്പെടെ കയറി പിടിച്ചുകൊണ്ട് അതിക്രമം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ചോദ്യം ചെയ്ത ജോലിക്കാരെ ക്രൂരമായാണ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള സർഫറാജിന് ക്രൂരമർദ്ദനമേറ്റു. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ജിയാറുൽ മാലിക്കിന് മർദ്ദനത്തിൽ മൂക്കിന് പരിക്കേറ്റു. നല്ല പരിക്കാണ് മൂക്കിന് ഏറ്റത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. അത്തരത്തിൽ പിന്നീട് പമ്പിലെ മറ്റു ജീവനക്കാരും നാട്ടുകാരും എത്തിയാണ് ഇവരെ പിടികൂടുന്നത്. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇതുവരെയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ കൊപ്പം പോലീസ് നേരത്തെ ഇവരെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്ഥലത്ത് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. മാത്രമല്ല പേരുവിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പ്രതികളുടെ ഈ സംഭവം അക്രമം നടത്തിയവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ വെളിയിലും വിട്ടിട്ടില്ല. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.